Good afternoon, everyone. Good afternoon, Miss. Yeah, good afternoon. Okay, then how are you all? Good Fine. afternoon, ma'am. Fine. Yeah. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് നിർഭവമായിരുന്നു അല്ലെ, ഞാൻ രണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബില്ലാണേ. ബിൽ ആൻഡ് വോട്ട്. ഓക്കെ, നമ്മള് ടെൻസ് പഠിച്ച ടൈമില് ബില്ല് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ മോസ്റ്റ്ലി ബില്ല് യൂസ് ചെയ്യുന്നത്. സോ അതിന് പ്രത്യേകിച്ച് ഒരുപാട് ഇനി പറയാനൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞതുപോലെ ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലെ. ഫ്യൂച്ചറിലാണ് നമ്മൾ യൂസ് ചെയ്യാം. ഞാൻ പോകും, ഞാൻ ചെയ്യും, ഞാൻ അവരെ കാണും എന്നൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ഗുണാനുഭവമാണ് ബില്ല്. ഐ വിൽ ഗോ, ഞാൻ പോകും. ബൈ, അവരിത് വാങ്ങും. ബൈ, അവർ വാങ്ങും. ഞാൻ അവരെ കാണും, I will meet him, I will meet him, or I will see him എന്നൊക്കെ പറയാം. ഓക്കെ, then നമുക്ക് വില്ലിന് നെഗറ്റീവ് ആണ് ഉള്ളത്. വിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്താണ്? വോണ്ട് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഐ വോണ്ട് ഗോ, ഞാൻ ഇവിടെ പോയിട്ടില്ല. ഐ വിൽ നോട്ട് ഗോ എന്ന് പറയാം. വിൽ നോട്ടിന്റെ ഷോർട്ട് ആണ് വോണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കനോട്ട് അല്ലെ, ക്യാനിന്റെ നെഗറ്റീവും കനോട്ട് ആണ്. സോ അതിന്റെ ഷോർട്ട് ആണ് ക്യാൻറ്റ്. നമ്മളെല്ലാം ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഷോർട്ട് ഫോം ആണ് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ നല്ലത്. ഓക്കെ, സോ ദെൻ ഓക്കെ, അപ്പൊ വിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി. The sun will rise at 6 AM tomorrow. നാളെ 6 മണിക്ക് സൂര്യൻ ഉദിക്കും എന്നാ പറയുന്നത്. ഉദിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻ കുട്ടാണ് പറഞ്ഞത്. അതെ, വിൽ ആൻഡ് കുട്ടാണ്. Then Ria will turn 5 next June. അതായത് റിയക്ക് 5 വയസ്സാകും എന്നാ പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ മോഡൽ വെർബ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. റിയ will turn 5 next June. അടുത്ത ജൂണില് റിയക്ക് 5 വയസ്സാകും. I will call you when I arrive. ഞാൻ വരുമ്പോ നിന്നെ വിളിക്കാം എന്നാ പറയാം. I will call you, വിളിക്കാം. ഓക്കെ, he will come to the party. അവിടെ അപ്പോസ്ട്രോഫി ആണ്, മിസ്സിംഗ് ആണ് കേട്ടോ. അല്ല, he will ആണ് ഷോർട്ട്. അതുപോലെ she will ആണ് കേട്ടോ. അപ്പോസ്ട്രോഫി ഇല്ല എന്നുണ്ട് കേട്ടോ. he will come to the party. അവർ പാർട്ടിക്ക് വരും. he will graduate next year. അവർ next year graduate ആകും. he will start a new project next month. next month new project start ചെയ്യും. Okay, so we always talk about future കാര്യങ്ങൾ പറയാനാണ് mostly use ചെയ്യുന്നത്. Okay, clear ആണ്. Next will be ആണ്. will be, John will be singer one day. ആകും, അവൻ ഒരിക്കലെങ്കിലും അങ്ങനെ ആകും എന്നൊരു മീനിങ് ആണ്. ഒരാള് ആയിത്തീരുക, എന്തെങ്കിലും ആയിത്തീരുക എന്ന് പറയുമ്പോൾ will be യൂസ് ചെയ്യാവുന്നതാണ്. John will be a singer one day. Okay, then she will be happy ആകും. ഹാപ്പി ആയിരിക്കും എന്ന് പറയാം. He will be happy. They will be tired. They will be flying to France next week. The kids will be sleeping when they get home. കഴിഞ്ഞ ക്ലാസ്സിലെ ക്യാനൻ ഗുഡിൻ നോട്ട് കിട്ടിയിരുന്നോ? ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ വിൽ ബി എന്താണ്? ആയിരിക്കും, ആകും എന്നൊരു മീനിങ് ആണ്. വിൽ ഹാവ് എന്താണ്? അപ്പൊ ഉണ്ടാകും. ഇത് ഓൾറെഡി ഞാൻ ടെൻസ് എടുത്തപ്പോ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ അത്രയും സ്പീഡിൽ പോകുന്നത്. ഓക്കെ, സ്പീഡ് കൂടുതലാണോ സ്ലോവിൽ പോണോ? കുറച്ചൊരു ക്ലിയർ ആണോ? എന്താണ്? ഓക്കെ ആണോ? പറയൂ. കുറച്ച് സ്പീഡ് കുറച്ച് പറയാം. കുറച്ച് സ്പീഡ് കുറച്ച് പറയാം. ഇപ്പൊ ഇതുവരെ ഇട്ടത് ക്ലിയർ ആയോ?
ഒന്നുകൂടെ പറഞ്ഞാൽ കുഴപ്പമില്ല മിസ്സേ. ഓക്കെ. 10th ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അർജുന? ഉണ്ട് സാർ മിസ്സേ, പക്ഷെ കുറച്ച് സ്പീഡ് തോന്നുന്നു എനിക്കിപ്പോ. എനിക്കും തോന്നുന്നു, അറിയാവുന്നതുകൊണ്ട് സ്പീഡിൽ. ഓക്കെ, അപ്പൊ വില്ല് എന്താണ്? വില്ല് ഫ്യൂച്ചർ. Shahuma, mute yourself. Okay. അപ്പൊ വില്ല് എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് പറയാനുണ്ടാകും അല്ലെ? ഞാനവിടെ പോകും, ഞാനവിടെ കാണും, ഞാൻ ഒരു സിനിമക്ക് പോകും അല്ലെ? പോകും, ചെയ്യും, ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ ഫ്യൂച്ചറിൽ എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു മണൽവമാണ് ഇത് വിൽ എന്ന് പറയുന്നത്. വില്ല് ചേർത്താൽ മാത്രമേ ഇത് ഫ്യൂച്ചർ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റൂ, ആ കറക്റ്റ് ആ ഒരു മീനിങ് നമുക്ക് കൺവേ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോ ഷീസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ അല്ല. ഓക്കെ, അവള് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവള് പോകുകയാണ്, അവളത് ചെയ്തു എന്നാണെങ്കിൽ ഓക്കെ. ഇപ്പൊ എന്ത് പറയും? ഷെഡ്യൂൾ, അത് ഫ്യൂച്ചർ അല്ല. ഫ്യൂച്ചർ ആണെന്ന് നമുക്ക് അത്രയും കൺഫേം ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ വില്ല യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കാര്യം ഫ്യൂച്ചറിലെ ഒരു കാര്യമാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ വില്ലുണ്ടെങ്കിൽ മാത്രമേ അത് ഫ്യൂച്ചർ ആണ് നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വില്ല് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വില്ല് കഴിയുമ്പോൾ യൂസ് ചെയ്യുന്ന വെർബ് ശ്രദ്ധിക്കണം കേട്ടോ. വെർബ് എപ്പോഴും ബി1 ഫോം ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഫോം ആയിരിക്കണം കേട്ടോ. അത് പാസ്റ്റോ പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ബി2 ബി3 നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ബി1 ആയിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ ഗ്രാമറിൽ മിസ്റ്റേക്കോടെ വരും. ഐ വിൽ ഗോ, ഒരിക്കലും ഐ വിൽ വെന്റ് പറയരുത്. ഐ വിൽ ഗോ എന്ന് പറയരുത്. ഐ വിൽ ഗോ. Okay, I will go. She will come. Then she will sing a song. അവര് പാട്ട് പാടും. ഇങ്ങനെയാണ് വില്ല്. വില്ല് ഇപ്പോ എന്തും ഇപ്പോ the sunrise will the sun will rise just the same tomorrow എന്ന് പറയുന്നത് ഒരു ട്രൂത്ത് ആണ്. പക്ഷെ നാളെ സംഭവിക്കുന്ന കാര്യമാണ്. അത് സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊരു ട്രൂത്ത് ആണ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സൂര്യൻ കിഴക്കാണ് നിൽക്കുന്നത്. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ ഇത് നാളെ സൂര്യൻ 6 മണിക്ക് ഉദിക്കുന്നാണ് പറയുന്നത്. നാളത്തെ കാര്യമാണ്, ഇപ്പൊ ഫ്യൂച്ചർ ആണ്. നമുക്ക് പറയേണ്ടത് യൂസ് ചെയ്തോടെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വില്ലിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, ഒരാള് ആയിത്തീരുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി എ ടീച്ചർ. നെക്സ്റ്റ് ഇയർ ഞാൻ നെക്സ്റ്റ് ഇയർ ടീച്ചർ ആകും. ഓക്കെ, അപ്പൊ ഇതിലായിത്തീരുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ will be യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, will be flying to France next week. നെക്സ്റ്റ് വീക്ക് ഫ്രാൻസിലേക്ക് പോകും. അപ്പൊ will be യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ പിന്നെ വേറെ എന്താ യൂസ് ചെയ്യാൻ? ഞാൻ ഒരു 6 മണിയാകുമ്പോഴേക്കും അവിടെ ഉണ്ടാകും. 6 o'clock ഞാൻ അവിടെ 6 മണിയാകുമ്പോഴേക്കും ഉണ്ടാകും. 6 മണി ആകുമ്പോഴേക്കും എന്ന് പറയുമ്പോൾ ഉറപ്പില്ല. കറക്റ്റ് 6 മണി ആയവർക്ക് മാത്രം കറക്റ്റ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഐ മീൻ there at same എന്ന് പറയുമ്പോൾ 6 മണിക്ക് അവിടെ ഉണ്ടാകും എന്നാണ്. ഒരു 6 മണിയോടെ അവിടെ ഉണ്ടാകും എന്നാണെങ്കിൽ I will be there by 6 o'clock എന്ന് പറയുന്നത് 6 മണിയോടുകൂടി അവിടെ ഉണ്ടാകും. ഉറപ്പില്ല, കറക്റ്റ് 6 മണിയില്ല, ഏകദേശം 6 മണിയൊക്കെ അവിടെ ഉണ്ടാകും എന്നാണ് ബൈ അവിടെ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. പ്രൊപ്പോസിഷൻ നമ്മൾ ഓൾറെഡി എടുത്ത കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ will and will be ഓക്കെ ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ് will have ആണ് കേട്ടോ. will have എങ്ങനെയാണ്? താങ്കൾ നമ്മള് ഹാവ് ഒക്കെ പഠിക്കുമ്പോ പ്രസന്റിൽ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. പാസ്റ്റ് ആണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫ്യൂച്ചർ ആകും എന്താണ്? ഉണ്ടാകുമെന്നാ പറയാം അല്ലെ? I will have done, ഞാൻ അത് ചെയ്തിട്ടുണ്ടാകും. You will have written, അവൻ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ വരുമ്പോഴേക്കും അവൻ എഴുതിയിട്ടുണ്ടാകും എന്ന് പറയില്ല നമ്മള്. They will have eaten, അവര് കഴിച്ചിട്ടുണ്ടാകും. അപ്പൊ will have എന്ന് പറയുമ്പോൾ ഉണ്ടാകും. എപ്പോഴും മീനിങ് ഓർത്ത് വെക്കാം, മലയാളത്തിൽ മീനിങ് ഒന്ന് ഓർത്ത് വെക്കാം. ഉണ്ടാകും എന്ന് പറയുമ്പോൾ will have ആണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, then she will have arrived by tomorrow morning. നാളെ മോർണിംഗോട് കൂടി എത്തിയിട്ടുണ്ടാകും. I will have finished my exam for the next week.
എക്സാമും പരീക്ഷയിലുണ്ടാകും. ഓക്കെ, അതാണ് വിൽ ഹാവ് എന്ന് പറയുന്ന മൊഡാൽ വെർബ്. മൊഡാൽ വെർബ് എന്ന് പറഞ്ഞാൽ വിൽ ആണ് കേട്ടോ. ഇവിടെ ഹാവ് യൂസേജ് കറക്റ്റ് ആണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മാത്രം പറഞ്ഞാൽ മതി, പക്ഷേ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞതുള്ളൂ. ഓൾറെഡി നമ്മൾ ടെൻത്തിൽ എടുത്തപ്പോൾ പറഞ്ഞതാണ്. എന്നാൽ we have been എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനായിട്ട് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന we have been ആണ്. ഓക്കെ, ഇപ്പോ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ we have been മാത്രം യൂസ് ചെയ്താൽ. ഓക്കെ, അത് I have been writing, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ I have been writing എന്ന് പറയും. The present tense, present continuous, present perfect continuous ആണ്. അപ്പോൾ will have been വരുന്നതോ future perfect continuous tense ആണ്. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. will have been doing, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. should have been working, നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. will have been studying, ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. When his father arrives, we will have been studying. Production വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാം. മീനിങ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, then you have to means ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. you will have to work hard, കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. Not have to work hard, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കില്ല. അപ്പൊ ചെയ്യാണ്ടതായി വന്നേക്കാം എന്നൊരു മീനിങ് നമുക്ക് will have to പറയാം. ഓക്കെ, you have to work hard, നമുക്ക് നെഗറ്റീവ്, അതായത് you will have to work hard എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോകേണ്ട ഹാവ് ടു വെച്ചിട്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ will have to work hard, നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ won't you have to work hard. ഇപ്പോ ഈ പറയുന്ന 4 ഞങ്ങൾക്ക് പഠിപ്പിച്ചത് നമ്മളല്ലേ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഇതൊക്കെ എടുത്ത പോർഷൻ അല്ലേ ആണോ? എന്തൊന്നും പറയാതെ അടുത്ത പോർഷൻ ആണോ അല്ലയോ? ഞാൻ എടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അതെടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ബില്ലിനെ കുറിച്ച് പറയാനുള്ള. ബില്ല് ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതിന്റെ കൂടെ വിൽ ബി യൂസ് ചെയ്യാം, ഹാവ് യൂസ് ചെയ്യാം, ഹാവ് ബീൻ യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെയൊക്കെ എന്തൊക്കെയാണ് മീനിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ക്ലിയർ ആണ്? സോ ഇത്രയും വെർബ് യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാമോ? എല്ലാവരും ക്രിയേറ്റ് ചെയ്യാമോ? ടെക്സ്റ്റ് ചെയ്യൂട്ടോ. മാക്സിമം എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, പറയാൻ പറ്റുമെങ്കിൽ പറയാം. ടെക്സ്റ്റ് ചെയ്യാനാണല്ലോ. എല്ലാവരും ചെയ്യൂട്ടോ. സിയ, ബിജുന, ഷഹന, സുഹാന, ആശ, ലക്ഷ്മി. ഇങ്ങനെ ക്ലാസ്സിൽ കാണാറില്ലല്ലോ. പിന്നെ ശ്രുതി ടെക്സ്റ്റ് ചെയ്യൂട്ടോ. എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യാവൂ. I will come tomorrow. I won't come tomorrow. Yeah. ഓക്കെ, ഫുഡ് കൂടെ ഞാൻ പറയാണേ. വില്ലിന്റെ പാസ്റ്റ് ആണ് ഫുഡ്. ഇപ്പോ ക്യാനിന്റെ പാസ്റ്റ് പറഞ്ഞ പോലെ വില്ലിന്റെ പാസ്റ്റ് ഫുഡാണ്. വില്ല് എന്താണ്? ചെയ്യും എന്നാണെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു എന്നുള്ളത് വരും. ചെയ്യാമായിരുന്നു. Yesterday he told me it's good, right?
നമ്മൾ ഫ്യൂച്ചർ പാസ്റ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വുഡ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കുറെ എക്സ്പ്രഷൻസ് പറയാനാണ് കേട്ടോ. Would you mindify, do this, what would you like to, ഇങ്ങനെ കുറെ എക്സ്പ്രഷൻസ് പറയാനാണ് മെയിൻലി നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വില്ല് നമുക്ക് റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാലോ, റിക്വസ്റ്റ് ചോദിക്കാം, പെർമിഷൻ ചോദിക്കാം, കോമൺ റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. ക്യാൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ക്യാൻ യു ടേക്ക് യുവർ പെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫുഡ് ചോദിക്കാം, ഫുഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഫോർമൽ ആണ്. അതുപോലെ തന്നെയാണ് വില്ല്. വില്ല് കുറച്ചുകൂടെ ഫോർമൽ ആണ്, വുഡ് കുറച്ചുകൂടെ പൊളൈറ്റ്നസ് ആണ്. ഓക്കെ, അപ്പോ വിൽ യു ഗോ ദേർ, നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വില്ല് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. വുഡ് ഞാൻ പറഞ്ഞു വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറഞ്ഞു. വുഡ് വെച്ചിട്ട് കുറെ എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. ആ എക്സ്പ്രഷൻസ് എല്ലാം ഞാൻ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വുഡ് വില്ലിന് നോട്ട് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. വുഡ് വെച്ചുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾ നോട്ടിൽ എഴുതിക്കേണ്ടി വരും, ഒരുപാടുണ്ട്. നമുക്ക് മോഡൽ വെർബ് കഴിഞ്ഞാല് കുറച്ച് എക്സ്പ്രഷൻസ് എഴുതാം. ഡെയിലി സെന്റൻസ് എഴുതിയ പോലെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോ വില്ല് വെച്ച് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞ എല്ലാവരും. I will go to the market. Okay. I will go there. Sentence complete ആകും കേട്ടോ. ഷോർട്ട് ആക്കി മാത്രം പറയരുത്, കുറച്ച് ലെങ്തി സെന്റൻസ് ആക്കി എടുക്കാൻ നോക്കാം. Okay, then they will have been working on it. Yeah. Then she will read a novel. A novel. ഒരു A കൊടുക്കും കേട്ടോ. A novel. She will read a novel. ഒരു നോവൽ വായിക്കും. Then they will play cricket. They won't be playing cricket. Correct? She will read a novel. Yeah, correct. മലയാളത്തില് പറയുമ്പോ ഒരു ബുക്ക് ഒരു നോവൽ എന്നൊക്കെ വരുമെങ്കിൽ പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ആ ഒരു അങ്ങനെ പറയാറില്ല. ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് മലയാളത്തിൽ വരുമ്പോ അവിടെ ഒരു നോവൽ വായിക്കും എന്നൊരു മീനിങ് അവിടെ വരുന്നില്ല. അവിടെ നോവൽ വായിക്കും എന്നൊരു മീനിങ് തന്നെ വരും. ഓക്കെ, then I think it will rain today. I will watch the movie today. I will watch the movie today. അതെങ്ങനെ ശരിയാവും? I will watch a movie. The movie is a movie. ഞാൻ ഇതൊരു മൂവി കാണും. ഓക്കെ, പറയാം. Then ഓക്കെ, എക്സാമ്പിൾസ് പറയൂ. അതിനുശേഷം നമുക്ക് വുഡ് വെച്ചിട്ട് കുറച്ച് എക്സ്പ്രഷൻസ് എഴുതാം. ഇത് വെച്ചിട്ട് മാത്രമല്ല, നിങ്ങള് ക്ലാസ് കേൾക്കുന്നുണ്ടോ? എല്ലാരും ക്ലാസ്സിലുണ്ടോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ.
Geo എന്തെങ്കിലും have finished my class by next week. Yeah. Okay. എല്ലാവരും ഉണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? എടുക്കുന്നതില് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇടക്കിടക്ക് ചോദിക്കാൻ കാരണം നിങ്ങൾ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് വിചാരിക്കരുത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ക്ലാസ് ഓക്കെ ആണോ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണ്, യൂസ്ഫുൾ ആണ്, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയോ ക്ലാസ് കൊണ്ട്? ഓക്കെ, പറ്റുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ ഇംഗ്ലീഷ്? ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ടൈമും ഇപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? അത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ദ എക്സ്പ്രഷൻ. കുറച്ച് എക്സ്പ്രഷൻ എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം, എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവും. ഞാൻ പറഞ്ഞുതരാം. നോട്ട്ബുക്ക് എടുക്കൂട്ടോ, നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഏജിങ് എക്സ്പ്രഷൻസ് എഴുതാം. അതായത് നമുക്ക് കുറെ കാര്യങ്ങള് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവിടെയും നമുക്ക് ടെൻസ് നോക്കേണ്ട ആവശ്യമില്ല. സെന്റൻസ് കറക്റ്റ് ആണോ, ഗ്രാമർ നോക്കണോ, ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഈ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ക്വസ്റ്റൻ ആയിക്കോട്ടെ, എന്തെങ്കിലും സെന്റൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ നമുക്ക് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ചോദിക്കാനും പറയാനും പറ്റും. സോ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി സെന്റൻസ് പോലെ തന്നെ ഈ പറയുന്ന എക്സ്പ്രഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് would you please. വെച്ചിട്ടുള്ളതാണ് would you please. would you please means ദയവായി ഒന്ന് ചെയ്തു തരാമോ എന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ദയവായി ഒന്ന് ചെയ്തു തരാമോ നമ്മൾ മിക്കപ്പോഴും ചോദിക്കാറുള്ള കാര്യം. ഇവിടെ വുഡ് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഫോമൽ ആണ്, കോളറിനസ് കൂടുതലാണ്. ഫ്രണ്ട്സിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് വില്ല് ചോദിക്കാം, ക്യാൻ ചോദിക്കാം. പ്രശ്നം നല്ല വിൽ ഓർ വുഡ് ആണ് കേട്ടോ. ക്യാനും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ക്യാൻ ഓർ വിൽ ഓർ വുഡ് കുഡും ചോദിക്കാം. സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഏത് ചോദിച്ചാലും അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ വുഡ് യു പ്ലീസ് എന്ന് പറയുമ്പോൾ ദയവായി ഒന്ന് ചെയ്തു തരാമോ എന്നാണ്. വുഡ് യു പ്ലീസ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം, ഇപ്പൊ അവനോട് നിങ്ങൾ വരാനാണ് പറയുന്നെങ്കിൽ അത് മാത്രം ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? വുഡ് യു പ്ലീസ് അതാണ് ഒരു എക്സ്പ്രഷൻ. കാര്യം പറയാനുണ്ടെങ്കിൽ ഇപ്പോ വുഡ് യു പ്ലീസ് കം ഹിയർ, ദയവായി നീ ഇവിടുന്ന് വരാമോ, യു പ്ലീസ് കം ഹിയർ. ഓക്കെ, നമുക്ക് വേറൊരു കാര്യമാണെങ്കിൽ വുഡ് യു പ്ലീസ് ഗിവ് മി സം മണി, കുറച്ച് പൈസ തരാമോ, ദയവായി കുറച്ച് പൈസ തരാമോ, യു പ്ലീസ് ഗിവ് മി സം മണി. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഈ എക്സ്പ്രഷന് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെന്റൻസ് അത് ഫുൾ സെന്റൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ചെയ്തോളൂ കേട്ടോ. മാക്സിമം എല്ലാ എക്സ്പ്രഷൻ ഏതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. വുഡ് യു പ്ലീസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിന് ബ്രാക്കറ്റിൽ അതിന്റെ മീനിങ് എഴുതി വെക്കാം. അതിനുശേഷം ഒരു ഫുൾ പേജ് നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടാം. ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി വെക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ എക്സാമ്പിൾസ് പറയണം. അതിനോട് എഴുതി വെക്കുക. എന്നാലേ വായിക്കുമ്പോൾ ഓക്കെ അത് ഇന്ന എക്സ്പ്രഷൻ ആണ്, ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. Please ask him to come. Correct ആണോ? Would you please ask him to come? എവിടെ? Come here എന്ന് പറയാം. നീ അവനോട് ദയവായി ഒന്ന് ചോദിക്കാം, ഇവിടെ വരാൻ പറ്റുമോ, ദയവായി ഒന്ന് ചോദിക്കാവോ എന്നാണെങ്കിലോ. ഓക്കെ, ഇനി എക്സാമ്പിൾ ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എഴുതാം. Would you please come here? Would you please come here? Would you please give me some money? Would you please go from here? ഇവിടെ നിന്ന് പോയി തരാമോ എന്ന് ചോദിക്കില്ലേ.
you please open the window? Window open ചെയ്യാമോ? Please open the window. Could you please mail that document to me? ആ document send ചെയ്തതാവോ? Mail ചെയ്യാവോ? Okay. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് would you please which to create to you and write down on your notebook. Okay. Yeah. Okay. Then എല്ലാവരും മാക്സിമം എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. പറയാൻ പറയുന്നില്ലല്ലോ. എപ്പോഴും ശരിക്കും ചെയ്യേണ്ടത് ഓൾറെഡി പറയാണ്. അത് നിങ്ങള് ഫീലിംഗ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യും ടെക്സ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടോ. സംസാരിക്കണം. ഉദ്ദേശിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ. അല്ലാതെ ഒരിക്കലും സംസാരിക്കാൻ പറ്റാൻ ചാൻസ് വളരെ കുറവാണ്. ടെക്സ്റ്റ് ചെയ്യുമെന്നാല് ഏതാണ് കംഫർട്ടബിൾ എന്താന്ന് വെച്ചാൽ ചെയ്യാട്ടോ. പറയണമെങ്കിൽ പറയാം, നമുക്ക് പറയാം. ടെക്സ്റ്റ് ചെയ്യും. You please send me yeah, you please send me the money. You please give me a glass of water. Miss ആക്കല്ലേ കേട്ടോ. വേണം കേട്ടോ. You please give me a glass of water. A glass of water. Would you please give me some water? Yes. Would you please tell me about that incident? Yeah. Then കണ്ടോ ഇപ്പോ നിങ്ങൾ എത്രത്തോളം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തു? ടെൻസ് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തേ. ആണോ? സിമ്പിൾ ആണോ? എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് കൺവേ ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? ഇവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ? ടെൻസ് നമ്മൾ നോക്കണോ? അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് എക്സ്പ്രഷൻസ് പഠിച്ചാലോ ഉള്ള ഗുണങ്ങൾ. ഓക്കെ. ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആദ്യം തുപ്പത്ത് ഉണ്ടാക്കുക പറയില്ല. അതുപോലെയാണ്. ഓക്കെ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുന്ന എക്സാമ്പിൾസ് ഒന്ന് പറയാൻ പറ്റുന്നൊക്കെ എല്ലാവരും ആലോചിച്ച് നോക്കും. സിമ്പിൾ ആയിട്ട് കിട്ടും. ടെക്സ്റ്റ് ചെയ്യൂ. ഇത്രയേ ഉള്ളോ? കഴിഞ്ഞോ? Yeah. So let's move on. The next expression is would you mind if I എഴുതിക്കൊള്ളൂട്ടോ. അതിന്റെ മീനിങ് എഴുതി വെക്കാം. എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണ് ചോദിക്കുക. എന്തെങ്കിലും വിരോധം ഉണ്ടോ? അപ്പൊ ഞാനത് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാൻ ഡോർ ക്ലോസ് ചെയ്ത് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാവുന്നതാണ്. Would you mind if I open the window? Would you mind if I close the door? Would you mind if I take it? Would you mind if I turn on this fan, this light? Okay. So let's try examples. Do you mind if I open the window? Would you mind if I close the door?
Would you mind if I take it? Would you mind if I change the channel? The channel now. Then would you mind if I take your phone? The phone now. Do you mind if I take your phone? Okay. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ would you mind if I വെച്ച് ചോദിക്കാം. എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നുള്ള മീനിങ് ആണ് വരാ. So let's make for examples. Okay. Would you mind if I continue the class? Class continue ചെയ്യാൻ എനിക്ക് ഒരു വിരോധമില്ല. Okay. Would you mind if I continue the class? Okay. Then അടുത്തൊരു എക്സാമ്പിൾ പറയൂ എല്ലാവരും. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ എല്ലാവരും. Yeah. Do you mind if I check your notebook? Yeah, correct. Would you mind if I check your notebook? Then Rijuna, Shahana, Suhana. Yeah. Would you mind if I ask you? Do you mind if I ask you few questions? Yeah. Ask you a few questions വേണ്ട. വേണ്ട അവിടെ. Ask you a few questions. ചോദിച്ചാൽ മതി. വേണ്ട ട്ടോ. Few questions. Okay. Yeah. Do you mind if I check your snacks? Okay. Do you mind if I share your dress? Yeah. Do you mind if I go there? Okay. ഞാൻ നേരത്തെ പോകുന്നതിൽ വിരോധമുണ്ടോ? Would you mind if I leave early? Would you mind if I leave early? നേരത്തെ പോകുന്നതിൽ വിരോധമുണ്ടോ? എന്താ ചോദിക്കാം? ഞാൻ അവന്റെ വീട്ടിൽ പോകുന്നതിൽ വിരോധമുണ്ടോ? Would you mind if I go to her home? Home? Okay. അപ്പൊ ഇതേപോലെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാട്ടോ. ഓരോന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ മിക്കപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഇത്. എന്തെങ്കിലും വിരോധമുണ്ടോ? ആണെങ്കിലും അല്ലെ നമ്മൾ കാഷ്വൽ ടോക്സിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് മലയാളത്തിൽ. സോ നമുക്കതിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്ത് പറയാവുന്നതാണ്. Would you mind if I change speed the fan? Do you mind if I increase the fan speed? Change speed. Would you mind if I change അതെന്തോ mistake ആയിട്ട് തോന്നില്ലേ ഷമന? Yeah, ഷമ. ഫാന്റെ സ്പീഡ് കൂട്ടുന്നതിൽ വിരോധമുണ്ടോ എന്നല്ലേ ചോദിച്ചത് അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് വരാന്ന് ആലോചിച്ചു. കൂട്ടുകാരൻ പറയും ഇംഗ്ലീഷ് വിളിക്കാം. The fan speed പറയും. Would you mind if I go for an outing? Yeah. With him, നമ്മുടെ കൂടെ ഞാൻ ഔട്ടിങ്ങിന് പോകുന്നതിൽ വിരോധമുണ്ടോ ചോദിക്കാം. Would you mind if I go for an outing with him? Yeah.
The next expression is what would you like to? What would you like to? എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറയാട്ടോ. എന്താണ് ഇഷ്ടപ്പെടുന്നത്? What would you like to have? നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? Have means അവിടെ കഴിക്കുക എന്നാണ് കേട്ടോ. What would you like to eat എന്ന് ചോദിക്കാം. What would you like to have എന്ന് ചോദിക്കാം. എന്താണ് നീ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ വരാട്ടോ. ഹാവ് വരുന്നത് അങ്ങനെയാണ്. ഈറ്റ് കഴിക്കുക എന്നൊരു മീനിങ്ങിലാണ് ഹാവ് വരാം. അപ്പൊ നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആ എക്സ്പ്രഷന്റെ മീനിങ് വരാം. What would you like to? അപ്പൊ നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലോ what would you like to have? Then നീ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ what would you like to read എന്ന് ചോദിക്കാം. What would you like to read? Then എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? What would you like to study? Okay. ഇനി നെക്സ്റ്റ് നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ, പറയൂ, കേക്കട്ടെ. സെൻഡ് ചെയ്യൂ കേട്ടോ. ഓരോ എക്സ്പ്രഷൻ വെച്ചിട്ടും നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അല്ലെ. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയൂ. What would you like to wear? നീ എന്താണ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? Yeah, correct. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കിട്ടോ. ഓരോ എക്സാമ്പിൾസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ. What would you like to play? എന്താണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? Okay. Then എന്താണ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത്? What would you like to buy? What would you like to see? നീ എന്താണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്? Then what would you like to go? What would you like to go? നീ എന്താണ് പോകാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാൻ പറ്റില്ല. നിനക്ക് എവിടെയാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണെങ്കിൽ ഓക്കെ. പക്ഷെ ചോദിക്കേണ്ടത് വാട്ടായിരിക്കട്ടെ. അവിടെ വാട്ടല്ല വരാം. ഇതായിരിക്കും എവിടെയാണ് നീ പോകാൻ ഇഷ്ടപ്പെടുന്നത് എന്നല്ല ചോദിക്കാം. എന്താണ് നല്ലല്ലോ. അപ്പൊ വേറെ ചോദിക്കാം കേട്ടോ. Where would you like to go എന്ന് ചോദിക്കാം. Where would you like to go? What would you like to do? നീ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ചോദിക്കാം. ഓക്കെ. നീ എപ്പോഴാണ് എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാലോ. ചോദിക്കാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ മാറ്റി കൊടുക്കാം. സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് വാട്ട്, വെയർ, വെൻ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് ഈ വുഡ് യു ലൈക്ക് ടു ചോദിക്കാം. ക്വസ്റ്റ്യൻ വേർഡ് മാറ്റാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. വുഡ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ എക്സ്പ്രഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അതുപോലെ തന്നെ വില്ല് പോലെ തന്നെയാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യുക. ഷാലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ടെൻസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഷാൽ വെച്ചിട്ട് എങ്ങനെയാണ്, ഷാൽ ചാൻസ് എങ്ങനെയാണ്. വില്ല് ഓക്കെ 100% ഷുവർ ആണെങ്കിൽ ഷാൽ അങ്ങനെയല്ല. ഷാലിന് 50% ചാൻസേ ഉള്ളൂ. വെൽക്കം എന്ന് പറഞ്ഞാല് ഞാൻ വരാം എന്നുള്ള മീനിങ് ആണ്. ഞാൻ വരും എന്നല്ല. ഞാൻ വരും എന്നാണെങ്കിൽ നമുക്ക് ഐ വിൽ കം എന്ന് പറയും. വരാം എന്നാണെങ്കിൽ ഐ ഷാൽ കം ആണ് യൂസ് ചെയ്യുക. അതാണ് ഷാലിന്റെ വ്യത്യാസം. ഷുഡ് ആണെങ്കിൽ ഷുഡ് മീൻസ് ഷാലിന്റെ പാസ്റ്റ് ആണെന്ന് പറയും. അത് മാത്രമല്ല യു ഷുഡ് ഡു ദാറ്റ്, ഇത് ചെയ്യണം എന്ന് നമ്മൾ ഷുഡിനെ യൂസ് ചെയ്യുന്നതാണ്. യു ഷുഡ് ഡു ദാറ്റ്, യു ഷുഡ് ഗോ ദേർ, നീ ഇവിടെ പോണം, ചെയ്യണം. ഓക്കെ, ഒരു ഫോഴ്സിങ് ഉണ്ടാവും ഷുഡ് പറയുന്നത്. അപ്പൊ ഇതാണ് ഷുഡ്. ഷുഡ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ വുഡ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേറെ എക്സ്പ്രഷൻ ചെയ്താൽ
used to. Used to means നമ്മള് നമുക്ക് പണ്ടുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ് ടു യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് P1. ഇങ്ങനെയാണ് സ്ട്രക്ചർ വരാം. ഈ സ്ട്രക്ചറിനെ ബേസ് വെച്ച് വേണം നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അതായത് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക പണ്ടുണ്ടായിരുന്ന ശീലങ്ങൾ. ഈ ഐ യൂസ് ടു സ്മോക്ക് പറയാം. ഐ യൂസ് ടു സ്മോക്ക്, എനിക്ക് പണ്ട് ഞാൻ സ്മോക്ക് ചെയ്യായിരുന്നു, ഇപ്പോ ഇല്ല എന്നൊരു മീനിങ്ങിലാണ് വരാം. പണ്ടുണ്ടായിരുന്ന ശീലമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. കണ്ടിന്യൂസ് എപ്പോഴും ഉള്ള ഒരു ശീലത്തെ കുറിച്ചല്ല പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ശീലം ഇപ്പോ ഇല്ല. അപ്പൊ പണ്ടത്തെ ശീലത്തെ കുറിച്ചാണ് നമ്മൾ യൂസ് ടു വെച്ച് പറയാം. ഐ യൂസ് ടു സ്മോക്ക് പറയാം, ഐ യൂസ് ടു ഡ്രിങ്ക് പറയാം, ഈ യൂസ് ടു ഡ്രിങ്ക് പറയാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എന്താ പറയാ, അവര് എപ്പോഴും ഇവിടെ വരുമായിരുന്നു. പണ്ട് അവരിവിടെ എപ്പോഴും വരായിരുന്നു. എങ്ങനെയാ പറയാ, അതേ യൂസ് ടു കം ഹിയർ. അവരിവിടെ വരായിരുന്നു, പക്ഷെ ഇപ്പൊ വരുന്നില്ല. അങ്ങനെ ഒരു മീനിങ് അവിടെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കാര്യമാണല്ലോ പറയാ. they used to come here. She used to call me every day. അവൾ എന്നെ എല്ലാ ദിവസവും വിളിക്കായിരുന്നു. She used to call me every day. He used to call me. എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരായിരുന്നു. I used to visit my grandmother's house. Yeah, I used to visit my grandmother's house. Correct ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ടു വെച്ച് സമയത്ത് പറയാവുന്നതാണ്. Then I used to wake up early in the morning. ഞാൻ early മോർണിംഗിൽ എണീക്കുമായിരുന്നു പണ്ട്. പിന്നെ അപ്പൊ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഈ യൂസ് ടു വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും let's create examples with this expression. എല്ലാവരും സെറ്റ് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യാം. I used to sing well. He used to sing well. Yeah, okay, എന്നൊരു പാടായിരുന്നു. Right? Then അടുത്ത എക്സ്പ്രഷൻ എക്സാമ്പിൾസ് പറയൂ. നെക്സ്റ്റ് എല്ലാവരും പറയൂ കേട്ടോ. ഞാൻ ഇടക്കിടക്ക് പറയണോ? നിങ്ങൾ തന്നെ പറയൂ. പറയാൻ വേണ്ടിയില്ല ഞാൻ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. ചെയ്യണം കേട്ടോ. I used to morning walk in every day. അതെങ്ങനെയാ പറയാ? I used to go for a walk in every morning. I used to go for a walk every morning. Okay, I used to go for a walk every morning. And എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുമായിരുന്നു. അങ്ങനെ വരും കേട്ടോ. I used to walk every day എന്ന് പറയാം. Okay, I used to walk every day. അല്ലെങ്കിൽ I used to go for a walk every morning. Every day എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എന്ന് വരും. മോർണിംഗ് അവിടെ നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എന്ന് പറയണമെങ്കിൽ every morning എന്ന് പറയും. ഓക്കെ, അതിപ്പോഴും എല്ലാവർക്കും ഡൗട്ടാണ്. മോർണിംഗ് every day വരുന്നത്. He used to play football every Sunday. Yeah, correct. Then
used to make a coffee. Coffee ഉണ്ടാക്കുമായിരുന്നു. I used to work out. I used to do workout എന്ന് പറയാം. ചെയ്യുമായിരുന്നു. വർക്ക്ഔട്ട് ചെയ്യുകയാണല്ലോ. ചെയ്യുക എന്നൊരു verb അവിടെ വേണം. Okay. We used to go for a walk. Yeah. I used to practice yoga every day. Correct. പക്ഷെ ഞാൻ നോക്കുന്ന ഒരു വേർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആണ് കേട്ടോ. Okay, clear ആണല്ലോ. So let's go on the next expression is needing. Needing ആണ് needing. Structure വരുന്നത് subject verb, need is the verb. We want. Needing means അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. We needn't go there. നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. You needn't worry about me. We needn't go there. You needn't worry about me. She needn't wait for him. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നീനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നീഡിങ് നമ്മൾ യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പൊ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാലോ. You needn't attend the exam. Yeah, okay. Exam attend ചെയ്യേണ്ട ആവശ്യമില്ല. Then you needn't spend plenty of money. Yeah, okay. She needn't worry about the exam. Yeah, okay. Let's do the party. Okay, clear. ഇനി ആരെങ്കിലും കുറിച്ച് വരുന്നത് സംസാരിക്കാവോ? Talk to strangers. You needn't talk to strangers. Talk to the strangers. Okay. Yeah. എക്സ്പ്രഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പറയാനുണ്ടോ? ഹെൽപ്ഫുൾ ആണോ? ഒന്ന് സംസാരിക്കാവോ? ആരെങ്കിലും? അശ്വതി എന്തോ മാം, എളുപ്പമായിട്ടാണ് തോന്നിയത്. എളുപ്പമായിട്ട് തോന്നിയോ? തോന്നി. എക്സ്പ്രഷൻസ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. എക്സാമ്പിൾ ക്രിയേറ്റ് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് അത് സംഭവം മനസ്സിലായിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെ നമുക്കത് ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ടെൻസ് ആക്കേണ്ടതില്ല. ഓക്കെ, ഇങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ക്ലാസ് നമുക്ക് എക്സ്പ്രഷൻ മാത്രം പറയാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, എല്ലാത്തിനും എക്സാമ്പിൾസ് മാക്സിമം 1 or 2 ഒതുക്കാണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഓരോ എക്സ്പ്രഷൻ പഠിപ്പിക്കുമ്പോഴും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം, മസ്റ്റാണ്. ഓക്കെ ആണോ? ഇനി ഇത്രയും എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. പറയാൻ നോക്കാം മാക്സിമം.
ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ളൂ. അല്ലാതെ ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് എന്താണ് ക്യാഷ് ടോക്കൺ ആണെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഓക്കെ എനിക്കത് അറിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല. ആലോചിക്കുന്ന ടൈമിൽ നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, വീട്ടുകാരോട് സംസാരിക്കുക, ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുക, ഇടക്കിടക്കൊക്കെ പറയാ. പിന്നീട് നിങ്ങൾക്ക് അത് ക്യാഷിലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോ ക്ലാസ് ക്ലിയർ ആണല്ലോ. മുടാൽബോബ് ആണെങ്കിലും മതി. ഇനി ഷുഡ് ഞാൻ എക്സ്പ്രഷനിൽ പറയുന്നുണ്ട്, മസ്റ്റ് പറയുന്നുണ്ട്, അത്രയ്ക്ക് മതി. ഓക്കെ, ക്ലിയർ അല്ലേ? മാം നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് ഒന്നുകൂടി ഇട്ട് തരണേ. ഈ ക്ലാസ് മീൻസ് ഏതാണ് ഈ ക്ലാസ്? വുഡ് വുഡോ? മനസ്സിലായില്ല? ഇല്ല, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം. ഓക്കെ, വില്ല് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ടെൻസ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആർക്കും വേറെ ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ലോ? Okay, so let's wind up today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am.